ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോട്ടണിയിലെ പ്ലാന്റ് കിങ്ഡം എന്ന ചാപ്റ്ററിലെ പ്ലാന്റ് കിങ്ഡത്തിലെ ക്ലാസിഫിക്കേഷൻസിലെ ആദ്യത്തെ ആൾ നമ്മൾ പരിചയപ്പെട്ടു. ആരാണ്? ആൽഗെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്ലാന്റ് കിങ്ഡത്തിലെ അടുത്ത ക്ലാസിഫിക്കേഷൻ ആയ അടുത്ത ആളെയായ ബ്രയോഫൈറ്റ്സിനെയാണ്. അടുത്ത ആളായ ബ്രയോഫൈറ്റ്സിനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ബ്രയോഫൈറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്നാണ് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ ആംഫീബിയൻസ്? നമ്മൾ സുവോളജിയിൽ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ഒന്നാണ് നമ്മൾ ഈ ആംഫീബിയൻസ് എന്താണെന്ന്. ക്ലാസ് ആംഫീബിയൻസ് എന്ന് പ്രത്യേകം എടുത്ത് പഠിക്കുന്ന ഒന്നാണിത്. അപ്പോൾ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയാം, ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്യുവൽ നേച്ചർ കാണിക്കുന്ന ഒരു ഓർഗാനിസം ആണ്. ഡ്യുവൽ നേച്ചർ എന്ന് വെച്ചാൽ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ ആംഫീബിയൻസ് എന്ന് പറയുക. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ബ്രയോഫൈറ്റ്സിനെ ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് പറയാൻ കാരണം? കരയിലും വെള്ളത്തിലും ജീവിക്കാനുള്ള കഴിവ് ഈ ബ്രയോഫൈറ്റ്സിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് പറയാനുള്ള കാരണം. ഇപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ എന്തുകൊണ്ടാണ് ഇത് കരയിലും വെള്ളത്തിലും ജീവിക്കുന്നത്? ലിവ് ഇൻ സോയിൽ ഡിപെൻഡ് ഓൺ വാട്ടർ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. വെള്ളത്തിൽ ജീവിക്കുന്നതിന്റെ കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രയോഫൈറ്റ്സ് വെള്ളത്തിൽ ജീവിക്കുന്നത്. ഡാം, ഹ്യൂമിഡ് ആൻഡ് ഷീറ്റ് പ്ലേസസ്, നമ്മുടെ ചപ്പ് ചേർന്ന് നടന്ന സ്ഥലങ്ങളിലും ഹ്യൂമിഡ് കാലാവസ്ഥയിലും കുറച്ച് വെയിലുള്ള കാലാവസ്ഥയിലും ഷേഡഡ് റീജിയൻസ് കുറച്ച് തണലുള്ള ഭാഗത്തും എല്ലാ ഭാഗത്തും നമുക്ക് ഈ ബ്രയോഫൈറ്റ്സിനെ കാണാനായിട്ട് സാധിക്കും. താലസ് ലൈക്ക് പ്രോസ്റ്റേറ്റ് ഓർ ഇറക്റ്റ് ആണ് ഇതിന്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ. എന്താണ് ഈ താലസ് ലൈക്ക്? നമ്മൾ പഠിച്ചു, ഒരു റൂട്ടും സ്റ്റെമ്മും ലീഫും പൊസസ് ചെയ്യുന്ന അല്ലെങ്കിൽ റൂട്ടും സ്റ്റെമ്മും ലീഫും കാണാൻ കഴിയുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ താലസ് സ്ട്രക്ചർ എന്ന് പറയുക. പിന്നെ പ്രോസ്ട്രേറ്റ് ഓർ ഇറക്റ്റ്. പ്രോസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് അലോങ് ദ ഗ്രൗണ്ട്, നമ്മുടെ ഗ്രൗണ്ടിനൊന്ന് ചേർന്ന് വളരാൻ സാധിക്കുന്ന ഒരു ജീവിത രീതിയാണ് നമ്മുടെ ഈ ബ്രയോഫൈറ്റ്സിനുള്ളത്. അതുപോലെ തന്നെ ഇറക്റ്റും ആണ്. കുറച്ച് എടുത്തറിയാം, അതിന്റെ പ്ലാന്റ് ബോഡീസ് ഒക്കെ പ്രൊജക്ട് ചെയ്ത് നിൽക്കാനുള്ള കഴിവ് ഈ ബ്രയോഫൈറ്റ്സിനുണ്ട്. അപ്പോ താലസ് ലൈക്ക്, പ്രോസ്റ്റേറ്റ് ഓർ ഇറക്റ്റ്, അതാണ് ഇതിന്റെ സ്ട്രക്ചറിനെ പറ്റി പറയാനായിട്ട് നമുക്കുള്ളത്. പ്ലാന്റ് സക്സഷൻ ഓൺ ബെയർ റോക്സ് ഓർ സോയിൽ. ബെയർ റോക്സും കട്ടിയുള്ള പാറ കഷ്ടങ്ങളിലും മണ്ണിലും ഇതിന്റെ മിനറൽസ് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കഴിവ്, സക്സഷൻ നടത്താനായിട്ടുള്ള കഴിവ് ഈ ബ്രയോഫൈറ്റ്സിന് ഉണ്ട്. ബോഡി ഓഫ് ബ്രയോഫൈറ്റ്സ് ആർ മോർ ഡിഫറൻഷിയേറ്റഡ് ദാൻ ദാറ്റ് ഓഫ് ആൽഗെ. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആൽഗേക്കാളും എത്രയോ കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ ഈ ബ്രയോഫൈറ്റ്സിന്റെ സ്ട്രക്ചർ എന്ന്. അതുകൊണ്ടാണ് ബോഡി ഓഫ് ബ്രയോഫൈറ്റ് ഈസ് മോർ ഡിഫറൻഷിയേറ്റഡ് ദാൻ ദാറ്റ് ഓഫ് ആൽഗെ എന്ന പോയിന്റ് നമ്മൾ പറയാനായിട്ടുള്ള കാരണം. അറ്റാച്ച്ഡ് ടു സബ്സ്ട്രേറ്റം ബൈ യൂണിസെല്ലുലാർ ഓർ മൾട്ടിസെല്ലുലാർ റൈസോയിഡ്സ്. സബ്സ്ട്രേറ്റം എന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിലേക്ക് ഈ ബ്രയോഫൈറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കുറച്ച് ചെറിയ ചെറിയ റൈസോയിഡ്സിലൂടെയാണ്. റൈസോയിഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വേരിൽ കാണാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ വേരിൽ കാണാൻ സാധിക്കുന്ന റൈസോയിഡ്സിലൂടെയാണ് ഈ ബ്രയോഫൈറ്റ്സ് മണ്ണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ താലസ് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ താലസ് ലൈക്ക് സ്ട്രക്ചർ പറഞ്ഞ റൂട്ടും സ്റ്റെമ്മും ലീഫും കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ബ്രയോഫൈറ്റ്സില് ലാക്ക് ഓഫ് ട്രൂ റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്, ഒരു ട്രൂ ആയിട്ടുള്ള റൂട്ടോ ട്രൂ ആയിട്ടുള്ള സ്റ്റെമ്മോ അതോ ഒരു ട്രൂ ആയിട്ടുള്ള ലീഫോ നമുക്ക് ഈ ബ്രയോഫൈറ്റ്സിൽ കാണാനായിട്ട് സാധിക്കില്ല. They may possess root-like, stem-like, leaf-like structure. ലീഫ് പോലെ അല്ലെങ്കിൽ റൂട്ട് പോലെ അല്ലെങ്കിൽ സ്റ്റെം പോലെ ഒരു സ്ട്രക്ചറെ കാണിക്കാൻ മാത്രമേ നമ്മുടെ ഈ ബ്രയോഫൈറ്റ്സിന് പറ്റൂ. അല്ലാതെ നമ്മൾ എല്ലാ പ്ലാന്റ്സിലും കാണുന്ന പോലെ ഒരു വേരോ ഒരു ഇലയോ ഒരു തണ്ടോ നമ്മുടെ ഈ ബ്രയോഫൈറ്റ്സിന് കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് they may possess like, root-like, stem-like or leaf-like structure എന്ന പോയിന്റ് നമ്മൾ പറയാനായിട്ടുള്ള കാരണം. പിന്നെ പറയാനുള്ളത് മെയിൻ പ്ലാന്റ് ബോഡി ഓഫ് ബ്രയോഫൈറ്റ് ഈസ് ഹാപ്ലോയിഡ്. മെയിൻ പ്ലാന്റ് ബോഡി, നമ്മുടെ ഈ ബ്രയോഫൈറ്റിന്റെ പ്ലാന്റ് ബോഡിയെ നമ്മൾ രണ്ടാക്കി തരംതിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ബ്രയോഫൈറ്റിന്റെ പ്ലാന്റ് ബോഡിയെ നമ്മൾ രണ്ടാക്കിയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏറ്റവും അതിന്റെ റൂട്ടും അതിന്റെ ലീഫിന്റെ കുറച്ച് ഭാഗത്തിനെ നമ്മൾ ഗാമറ്റോഫൈറ്റ് എന്ന് പറയും. അതിന്റെ ലീഫിന് മുകളിലുള്ള ഭാഗത്തെ നമ്മൾ സ്പോറോഫൈറ്റ് എന്ന് പറയും. ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗാമേറ്റ്സ് ബീറിംഗ് പ്ലാന്റ്സ്, സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പോർ ബീറിംഗ് പ്ലാന്റ്സ് എന്നാണ്. പക്ഷെ ഇത് രണ്ടും ഈ നമ്മുടെ ഈ ബ്രയോഫൈറ്റ്സിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്രയോഫൈറ്റ്സിനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലിവർവേർട്സും പിന്നൊന്ന് മോസസും. അതിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് മെയിൻ പ്ലാന്റ് ബോഡി ഓഫ് ബ്രയോഫൈറ്റ് ഈസ് ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഹാപ്ലോയിഡ് എന്നത്. എന്താണ് ഈ ഹാപ്ലോയിഡ്? അപ്പൊ ഈ ഹാപ്ലോയിഡ് എന്താണെന്ന് നമുക്ക് പറഞ്ഞുതരാം.
അപ്പോൾ ഈ ഹാപ്ലോയിഡ് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഈ പ്ലോയിഡി, എന്താണ് നമ്മുടെ ഈ പ്ലോയിഡി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ ഈ പ്ലോയിഡി? നമ്മുടെ ബയോളജിയിലുള്ള ഒരു വാക്കാണ് നമ്മുടെ ഈ പ്ലോയിഡി എന്ന് പറയുന്നത്. പ്ലോയിഡി എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ് ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്പീഷീസില് നമ്പർ ഓഫ് ക്രോമസോം, ഒരു സെല്ലില് എത്ര ക്രോമസോം ഉണ്ട് എന്ന എണ്ണത്തിനെ കാണിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ പ്ലോയിഡി എന്ന് പറയുന്നത്. Ploidy is the area of biology that refers to the number of chromosome in a single cell. ഒരു സെല്ലിലെ എത്രത്തോളം ക്രോമസോമിനെ കാണാൻ സാധിക്കും എന്നത് നമുക്ക് കാണിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ പ്ലോയിഡി. അപ്പൊ രണ്ട് തരത്തിലുള്ള പ്ലോയിഡി ഉണ്ട്. സെൽസ് വിത്ത് 2 sets are diploid. രണ്ട് സെറ്റുള്ള സെല്ലാണെങ്കിൽ സെൽസ് വിത്ത് 2 sets, രണ്ട് സെറ്റുള്ള സെല്ലിനെ ആണെങ്കിൽ നമ്മൾ ഡിപ്ലോയിഡ് എന്ന് പറയും. ഒരു സെറ്റുള്ള സെല്ലാണെങ്കിൽ നമ്മൾ ഹാപ്ലോയിഡ് എന്ന് പറയും. സെൽ വിത്ത് 2 sets are diploid, സെൽ വിത്ത് 1 sets are haploid. അപ്പൊ ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ ബ്രയോഫൈറ്റിന്റെ മെയിൻ പ്ലാൻ ബോഡി എന്തുകൊണ്ടാണ് നമ്മൾ ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്? സെൽ വിത്ത് 1 set, അതുകൊണ്ടാണ് നമ്മുടെ ബ്രയോഫൈറ്റിന്റെ പ്ലാൻ ബോഡി, ഗാമറ്റോഫൈറ്റിക് പ്ലാൻ ബോഡി നമ്മൾ ഹാപ്ലോയിഡ് എന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പൊ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിനെ ഗാമറ്റോഫൈറ്റ് എന്ന് പറയും. സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിനെ നമ്മൾ സ്പോറോഫൈറ്റ് എന്ന് പറയും. അപ്പോ നമ്മുടെ എക്സാമിലൊക്കെ ചോദിക്കുന്ന ഒന്നാണ്, നമ്മുടെ ഇങ്ങനെ പ്ലാന്റിന്റെ ഫിഗർ തന്നിട്ട് നമ്മുടെ പേജ് നമ്പർ 34 കാണാൻ സാധിക്കും. നമ്മുടെ പ്ലാന്റിന്റെ ഫിഗർ തന്നിട്ട് ഇവിടെ ഒരു ഭാഗം പിന്നെ ഇങ്ങനെ ഒരു ഭാഗം രണ്ടാക്കിയിട്ട് ചോദിക്കും. അപ്പോ നമ്മുടെ എക്സാമിലേക്ക് ചോദിക്കാം, ഈ ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചിട്ട് ഇത് ഏത് സ്റ്റേജ് ആണെന്ന് പറയാൻ, ഈ ഒരു ഭാഗം വിട്ടിട്ട് ഈ സ്റ്റേജ് മാത്രം തരും. അപ്പൊ ആദ്യത്തെ എന്താ നമ്മൾ എഴുതേണ്ടത്? ആദ്യത്തെ ഗാമറ്റോഫൈറ്റും രണ്ടാമത്തെ സ്പോറോഫൈറ്റും ആയിരിക്കും. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഗാമറ്റോഫൈറ്റിക് ഫേസ്, രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റിക് ഫേസ് ആണ്. രണ്ടും മാറിപ്പോകരുത്. അപ്പൊ ഇനി പറയാനുള്ളത്, നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താനായിട്ട് ഇത് വാട്ടർ, വെള്ളത്തിന് സഹായം തേടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ അപ്പൊ ഇതിന്റെ സെക്സ് ഓർഗൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രയോഫൈറ്റിലുള്ള സെക്സ് ഓർഗൻസ് എല്ലാം മൾട്ടി സെല്ലാർ ആയിരിക്കും, യൂണിസെല്ലുലാർ അല്ല, മൾട്ടി സെല്ലാർ ആയിരിക്കും. കുറെ അധികം സെൽസ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബ്രയോഫൈറ്റ്സിനെ രണ്ടാക്കി നമുക്ക് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു, ഒന്ന് ലിവർ വേർഡ്സും പിന്നെ ഒന്ന് മോസസും. അപ്പൊ നമ്മുടെ ഈ സെക്സ് ഓർഗൻസിനെ പറ്റി പറയാനായിട്ട് ഞാൻ ലിവർ വേർഡ്സ് എന്ന ഒരു ക്ലാസിഫിക്കേഷനിൽ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. മർക്കാൻഷ്യ എന്നൊരു പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ ഒരു പ്ലാന്റിനെയാണ് ഞാൻ ഈ സെക്സ് ഓർഗനെ പറ്റി വിശദീകരിക്കാനായിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ മർക്കാൻഷ്യ, നമ്മുടെ ബ്രയോഫൈറ്റിലെ രണ്ട് ക്ലാസിഫിക്കേഷനാണ് ലിവർ ബേർഡ്സും മോസസും. ആ ലിവർ ബേർഡ്സിലെ ഒരാളെയാണ് ഞാൻ എടുക്കുന്നത്, മർക്കാൻഷ്യ. അപ്പൊ നമ്മുടെ ഈ മർക്കാൻഷ്യയുടെ മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രീഡിയം എന്നറിയപ്പെടുന്നു, ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയം എന്നും അറിയപ്പെടുന്നു. നമുക്ക് നമ്മുടെ ഫിഗറിൽ നമുക്ക് ആന്ത്രീഡിയം ആർക്കിഗോണിയം നമുക്ക് വ്യത്യാസമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക അതിന്റെ ആ ഒരു താലി കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്ലവർ കണ്ടിട്ടാണ് നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോ മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രീഡിയം ആയതുകൊണ്ട് they produce biflagellated anthrocytes. ആന്ത്രോസൈറ്റ്സ് എന്ന ബൈഫ്ലാജെല്ലേറ്റഡ് ആന്ത്രോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവ്, രണ്ട് ഫ്ലാജെല്ലയുള്ള ആന്ത്രോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവ് മെയിൽ സെക്സ് ഓർഗൻസിനുണ്ട്, ആന്ത്രീഡിയം ഉള്ളത് കൊണ്ട്. ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ആർക്കിഗോണിയാണ്. ആർക്കിഗോണിയം എന്ന് പറഞ്ഞ ഒരു ഫ്ലാക്സ് ഷേപ്ഡ് പ്രൊഡ്യൂസ് സിംഗിൾ എഗ്, ഒരു ഒറ്റ എഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് മാത്രമേ നമ്മുടെ ഈ ആർക്കിഗോണിയത്തിനുള്ളൂ. ഒരു ഫ്ലാസ്ക് ഷേപ്പ് പോലെയാണ് നമുക്ക് അതിനെ കാണാനായിട്ട് സാധിക്കുക. അപ്പൊ നമ്മള് മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനെയും പറ്റി പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് ഇത് എങ്ങനെ റീപ്രൊഡക്ഷൻ നടത്തുന്നു, എങ്ങനെ നമ്മൾ ഈ വെള്ളത്തിന് വേണ്ടി വെള്ളത്തിന്റെ സഹായമൊക്കെ ഈ റീപ്രൊഡക്ഷൻ നടത്താനായിട്ട് തേടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ വെള്ളത്തിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ബ്രയോഫൈറ്റ്സ് അടുത്ത ജനറേഷൻ ഉണ്ടാക്കുന്നു, അതിന്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് എന്നാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രയോഫൈറ്റിന്റെ റീപ്രൊഡക്ഷൻ, അതിന്റെ അടുത്ത ജനറേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. റീപ്രൊഡക്ഷന്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഞാൻ ഷോർട്ട് ആക്കി ഒരു ഫ്ലോ ചാർട്ട് പോലെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മെയിൽ സെക്സ് ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്ത്രോസോയിഡ് അത് റിലീസ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൽ സെക്സ് ഓർഗൻ അവ ഉണ്ടാക്കിയ ആന്ത്രോസോയിഡ്സ് റിലീസ് ചെയ്യും. അതാണ് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ആന്ത്രോസോയിഡ്സ് റിലീസ് ഇൻ ടു വാട്ടർ. നമ്മൾ ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞു. അപ്പൊ വെള്ളത്തിലൂടെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുക എന്ന് പറഞ്ഞു. അപ്പോ മെയിൽ സെക്സ് ഓർഗന്റെ ആന്ത്രോസോയിഡ്സ് വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യും. അതിനുശേഷം കോണ്ടാക്ട് വിത്ത് ആർക്കിഗോണിയം, നമ്മുടെ ഫീമെയിൽ സെക്സ് ഓർഗൻ ആയ ആർക്കിഗോണിയമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാവും. ഫ്യൂസസ് വിത്ത് ദ എഗ്, അവയുടെ എഗ്ഗുമായിട്ട് ഒരു സിംഗിൾ എഗ് ആർക്കിഗോണിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞു. ആ എഗ്ഗുമായിട്ട് ഇത് ഫ്യൂസ് ചെയ്തതിനു ശേഷം ഒരു സൈഗോട്ട് ഫോർമേഷൻ ഉണ്ടാവും. ആ സൈഗോട്ട് ഫോർമേഷൻ നേരെ മിയോസിസിലേക്ക് നടക്കില്ല,
റിഡക്ഷൻ ഡിവിഷൻ നടക്കാനായിട്ടുള്ള കഴിവ് നമ്മുടെ സൈഗോട്ടിന് നേരെ റിഡക്ഷൻ ഡിവിഷൻ നടക്കാനായിട്ടുള്ള കഴിവില്ല. അതുകൊണ്ട് സൈഗോട്ട് ഡു നോട്ട് അണ്ടർഗോസ് മിയോസിസ് ഓർ റിഡക്ഷൻ ഡിവിഷൻ. നമ്മുടെ ഈ റിഡക്ഷൻ ഡിവിഷൻ തന്നെയാണ് മിയോസിസും ഇക്വേഷൻ ഡിവിഷൻ എന്ന് പറയുന്നത് മൈറ്റോസിസും ആണ്. അത് നമ്മൾ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന ഒരു മറ്റൊരു ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇത്ര മനസ്സിലാക്കാം. എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോർമേഷൻ ഉണ്ടാവും. സൈഗോട്ട് ഫോർമേഷനിലൂടെ നേരെ മിയോസിസ് നടക്കാനായിട്ട് സാധിക്കില്ല. ഡു നോട്ട് അണ്ടർഗോസ് മിയോസിസ്. സ്പോറോഫൈറ്റിക് ജനറേഷൻ ആണ് നമ്മുടെ മിയോസിസ് നമ്മുടെ സൈഗോട്ട് ഫോർമേഷന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുക. പ്രൊഡ്യൂസ് മൾട്ടി സെല്ലുലാർ ബോഡി കാൾ സ്പോറോഫൈറ്റ്. ഒരു മൾട്ടി സെല്ലുലാർ ബോഡി ആയ സ്പോറോഫൈറ്റ് ആണ് അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്യുക. ഈ സ്പോറോഫൈറ്റ് എന്ത് ചെയ്യും? അണ്ടർഗോസ് മിയോസിസ്. സൈഗോട്ടിന് മിയോസിസ് നടക്കാൻ സാധിക്കില്ല. പക്ഷെ ഈ സ്പോറോഫൈറ്റ് ബോഡിക്ക് നേരെ മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ഹാപ്ലോയിഡ് സ്പോർസ് ജെർമിനേറ്റ് ചെയ്തതിനു ശേഷം പുതിയ സ്പോർസ് ഉണ്ടാവുന്നു. ആ സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് ബ്രയോഫൈറ്റിന്റെ അടുത്ത ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോ ഇവിടെ മാത്രമാണ് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക. സൈഗോട്ടിന് നേരെ റിഡക്ഷൻ ഡിവിഷൻ നടക്കാൻ സാധിക്കില്ല. സൈഗോട്ട് നേരെ സ്പോറോഫൈറ്റ് മാറും. ഒരു പ്ലാന്റ് ബോഡി ആയ സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. ആ സ്പോറോഫൈറ്റ് ആയിരിക്കും സ്പോറോഫൈറ്റ് അണ്ടർഗോസ് മിയോസിസ് ടു പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് സ്പോർസ്. സ്പോറോഫൈറ്റ് മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ദീസ് സ്പോർസ് ജെർമിനേറ്റ് ടു പ്രൊഡ്യൂസ് ഗാമറ്റോഫൈറ്റ്. ഈ സ്പോർസ് അതിന്റെ ഗാമറ്റോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഗാമറ്റോഫൈറ്റ് ആണ് അതിന്റെ ബേസ്, അതിന്റെ റൂട്ട്, സ്റ്റെം, ലീഫ്. അതിന്റെ അടുത്ത ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് ഈ ഹാപ്ലോയിഡ് സ്പോർസിനുണ്ട്. അത് ജെർമിനേറ്റ് ചെയ്തിട്ട് ബ്രയോഫൈറ്റിന്റെ അടുത്ത ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്രയുള്ളൂ നമ്മുടെ ബ്രയോഫൈറ്റിന്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആന്ത്രോസൈറ്റ്സ് റിലീസ് ഇൻ ടു ദ വാട്ടർ. വെള്ളത്തിലേക്ക് മെയിൽ സെക്സ് ഓർഗന്റെ ആന്ത്രോസൈറ്റ്സ് റിലീസ് ചെയ്യുന്നു. അതിനുശേഷം കോണ്ടാക്ട് വിത്ത് ആർക്കിഗോണിയം, ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ആർക്കിഗോണിയമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവുന്നു. ആർക്കിഗോണിയം പ്രൊഡ്യൂസ് ചെയ്യുന്നു. എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം സൈഗോട്ട് ഉണ്ടാവുന്നു. സൈഗോട്ടിന് നേരെ മിയോസിസ് നടക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് സൈഗോട്ട് നേരെ സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. ഒരു പ്ലാന്റ് ബോഡി നോൺ ആസ് സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. ഈ സ്പോറോഫൈറ്റ് ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോടൊപ്പം ഈ ഹാപ്ലോയിഡ് സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് ഒരു ഗാമറ്റോഫൈറ്റിക് ബോഡി ഉണ്ടാക്കി അതിന്റെ അടുത്ത ജനറേഷനെ ബ്രയോഫൈറ്റ്സിന്റെ അടുത്ത ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് ഈ ബ്രയോഫൈറ്റിന് ഉണ്ടാവുന്നു. സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് അടുത്ത ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ റീപ്രൊഡക്ഷൻ, നമ്മുടെ ബ്രയോഫൈറ്റിന്റെ റീപ്രൊഡക്ഷൻ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് ബോർഡ് നോക്കി മനസ്സിലാവാൻ സാധിക്കുന്നില്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ബ്രയോഫൈറ്റിന്റെ യൂസസ് എന്തൊക്കെയാണ്. ഓരോ പ്ലാന്റ്സിനും ഒരു പ്രത്യേകതരം യൂസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്രയോഫൈറ്റിന്റെ യൂസസ് എന്തൊക്കെയാണ് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ യൂസസ് ഓഫ് ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ്സിന്റെ യൂസസ് എന്തൊക്കെയാണ് അതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ആദ്യം പറയുന്നത് നമ്മുടെ ഹെബീഷ്യസ് മാമൽസിനും ബേർഡ്സിനും മറ്റെല്ലാ ഓർഗാനിസത്തിനും ഒരു പ്രധാനപ്പെട്ട ഒരു ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്രയോഫൈറ്റ്സ് തന്നെയാണ്. Provide food for herbaceous mammals, birds and other different types of animals. പലതരത്തിലുള്ള അനിമൽസിനും ഹെബേഷ്യസ് മാമൽസിനും പലതരത്തിലുള്ള ബേർഡ്സിനൊക്കെ നമ്മുടെ ബ്രയോഫൈറ്റ്സ് ഒരു ഫുഡായിട്ട് മാറാറുണ്ട്. പിന്നെ പറയാനുള്ളത് സ്പാഗ്നം. സ്പാഗ്നം എന്ന് പറയുന്നത് ഒരു മോസ് ആണ്. മോസ് എന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് ക്ലാസിഫിക്കേഷൻ, ബ്രയോഫൈറ്റിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, ലിവർ വേർഡ്സും മോസസും. അതിലെ മോസസിലെ ഒരാളാണ് നമ്മുടെ ഈ സ്പാഗ്നം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പാഗ്നം യൂസ്ഡ് ആസ് എ ഫ്യൂൽ, ആസ് എ പാക്കിംഗ് മെറ്റീരിയൽ. ഫ്യൂൽ ആയിട്ടും ഒരു പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ടും, കാരണം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് ഫ്യൂൽ ആയിട്ടും ഒരു പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ടും യൂസ് ചെയ്യുന്ന ആരെ നമ്മുടെ ഈ സ്പാഗ്നം എന്ന മോസിനെ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നു. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് ഈ ഒരു യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ ഡീകമ്പോസസ് റോക്സ് ഫ്രം ഗ്രോയിങ് ഹയർ പ്ലാന്റ്സ്. നമ്മുടെ വലിയ വലിയ പാറകളൊക്കെ ഡീകമ്പോസസ് ചെയ്ത് അവയൊക്കെ നശിപ്പിച്ച് അല്ലെങ്കിൽ അവയൊക്കെ തകർത്തെറിഞ്ഞ് അല്ലെങ്കിൽ അവയിൽ നിന്ന് കിട്ടാവുന്ന ന്യൂട്രിയൻസ് ഒക്കെ എടുക്കാനുള്ള കഴിവ് ഈ ബ്രയോഫൈറ്റ്സിന് ഉണ്ട്. ഡീകമ്പോസസ് റോക്ക് ഫോർ ഗ്രോയിങ് ഹയർ പ്ലാന്റ്സ്. വലിയ വലിയ പ്ലാന്റ്സിനൊക്കെ വളരാനായിട്ട് നമ്മുടെ ഈ റോക്സിനെയൊക്കെ, പാറകളെയൊക്കെ, വലിയ വലിയ പാറകളെയും കുന്നുകളെയും കല്ലുകളെയൊക്കെ ഡീകമ്പോസസ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഈ ബ്രയോഫൈറ്റ്സിന് ഉണ്ട്. പിന്നെ മോസസ് ഫ്രോം ഡെൻസ് മാറ്റ് ഓൺ സോയിൽ. നമ്മുടെ ഈ മോസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പാഗ്നത്തിന്റെ ആള്. മോസ് എന്ന് പറയുന്നത് ഒരു ഡെൻസ് മാറ്റ്, ഒരു മെത്ത പോലെ നമ്മുടെ മണ്ണിൽ ഫോം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മഴ പെയ്യുമ്പോൾ അതിന്റെ ആഘാതം അല്ലെങ്കിൽ മഴ പെയ്യുന്നതിന്റെ എഫക്റ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ മോസിന് സാധിക്കുന്നതോടൊപ്പം നമ്മുടെ സോയിൽ എറോഷൻ, മണ്ണൊലിപ്പും തടയാനായിട്ട് നമ്മുടെ ഈ മോസിനൊക്കെ സാധിക്കുന്നുണ്ട്. ഒരു മെത്ത പോലെ നമ്മുടെ മണ്ണിലേക്ക് പടർന്ന് കയറാനുള്ള കഴിവ് ഈ മോസിനുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മഴയുടെ എഫക്റ്റും
അവയുടെ ആഘാതമൊക്കെ കുറയ്ക്കാനായിട്ടുള്ള കഴിവും നമ്മുടെ മണ്ണൊലിപ്പും തടയാനായിട്ടുള്ള കഴിവൊക്കെ നമ്മുടെ ഈ ബ്രയോഫൈറ്റ്സിൽ മോസിനുണ്ട്. അപ്പൊ ഇത്രയാണ് യൂസസ്. അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഞാൻ കുറെ നേരം പറയുന്നത് നമ്മുടെ ബ്രയോഫൈറ്റ്സിന്റെ 2 ആൾക്കാരാണ്, ലിവർവേർഡ്സും മോസസും. അതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ നമ്മുടെ ലിവർവേർഡ്സിന്റെ ആദ്യത്തെ ആളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ക്ഷമിക്കണം, നമ്മുടെ ബ്രയോഫൈറ്റ്സിലെ ആദ്യത്തെ ആളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ലിവർവേർഡ്സ്. അപ്പൊ ലിവർവേർഡ്സ് എന്ന് പറയുന്നത് ഒരു മോയിസ്റ്റ് രീതിയിൽ വളരാൻ കഴിവുള്ള ഒരു കുറച്ച് നനവൊക്കെ മതി, കുറച്ചൊരു മോയ്സ്ചർ ഫീലിംഗ് മതി നമ്മുടെ ഈ ലിവർവേർഡ്സിനൊക്കെ വളരാനായിട്ട്. അങ്ങനൊരു അങ്ങനെ ഒരു രീതിയാണ് നമ്മുടെ ഈ ലിവർവേർഡ്സിനുള്ളത്. മോയിസ്റ്റ് ഗ്രോ ഇൻ മാർഷി ഗ്രൗണ്ട്, ഡാം സോയിൽ, ബാർക്ക് ഓഫ് ട്രീസ്, നമ്മുടെ മരത്തോലിലും അല്ലെങ്കിൽ മരത്തിന് പുറമേയൊക്കെ വളരാനായിട്ടുള്ള കഴിവ് നമ്മുടെ ഡാം സോയില്, ചതുപ്പ് നിലത്തും കുന്നുകൂടി കിടക്കുന്ന മണ്ണിലൊക്കെ വളരാനായിട്ടുള്ള കഴിവ് ഈ ലിവർവേർഡ്സിന് ഉണ്ട്. പ്ലാൻ ബോഡി ഓഫ് ലിവർവേർഡ് തലോയിഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ താലസ് സ്ട്രക്ചർ, നമ്മുടെ ഈ പ്ലാൻ ബോഡി, ലിവർവേർഡ്സിന്റെ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഒരു തലോയിഡൽ സ്ട്രക്ചർ ആണ്. അപ്പൊ അതിനു മുമ്പ് പറയാനുള്ളത്, നമ്മുടെ ലിവർവേർഡ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫീമെയിൽ സെക്സ് ഓർഗനും മെയിൽ സെക്സ് ഓർഗനും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എടുത്ത ഒരു പ്ലാന്റ് ഓർഗൻ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മർക്കാൻഷ്യ. ആ മർക്കാൻഷ്യ നമ്മുടെ ലിവർവേർഡ്സിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇനി പറയാനുള്ള റീപ്രൊഡക്ഷൻ ആണ്. അപ്പൊ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈ ലിവർവേർഡ്സ് ബൈ ഫ്രാഗ്മെന്റേഷൻ, നമ്മുടെ ലിവർവേർഡ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷനിലൂടെയാണ്. എന്തിന്റെ ഫ്രാഗ്മെന്റേഷനിലൂടെയാണ്? നമ്മുടെ ഈ ലിവർവേർഡ്സിലുള്ള താലസിന്റെ ഫ്രാഗ്മെന്റേഷനിലൂടെയാണ് ഇതിന്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാറ്. അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കാൾഡ് ജെമ്മെ. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നില്ലെങ്കിൽ താലിയിലൂടെ ഫ്രാഗ്മെന്റേഷൻ നടന്ന് അത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താറുണ്ട്. അല്ലെങ്കിൽ ഫോം സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കാൾഡ് ജെമ്മെ. ജെമ്മെ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്തിട്ടാണ് അതിന്റെ അടുത്ത അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താറ്. അപ്പൊ എന്താണ് ഈ ജെമ്മെ? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്, നമ്മുടെ ക്ലോറോഫിൽ പോലെയുള്ള, നമ്മുടെ സ്റ്റൊമാറ്റ പോലുള്ള ഒരു ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ ഈ ജെമ്മെ. ഗ്രീൻ മൾട്ടിസെല്ലുലാർ അസെക്ഷൽ ബഡ്സ്, ഒരു അസെക്ഷൽ മൾട്ടിസെല്ലുലാർ ഗ്രീൻ കളർ ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ്, ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ആണ് നമ്മുടെ ഈ ജെമ്മെ. ഡെവലപ്സ് വിത്ത് സ്മോൾ റിസെപ്റ്റക്കിൾസ് കാൾഡ് ജെമ്മെ കപ്സ്. ഈ ജെമ്മേസ് ഒരു ചെറിയ തോതിലുള്ള റിസെപ്റ്റക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ റിസെപ്റ്റക്കിൾസിനെയാണ് നമ്മൾ ജെമ്മെ കപ്സ് എന്ന് പറയുക. അപ്പോ ഈ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിനെ നമ്മൾ ജെമ്മെ എന്ന് പറയുന്നു. ആ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസെപ്റ്റക്കിൾസിനെയാണ് നമ്മൾ ജെമ്മെ കപ്സ് എന്ന് പറയുക. അപ്പൊ ഈ ജെമ്മെ കപ്സ്, ജെമ്മെ become detached from the parent body and germinate a new individual. ഈ പാരന്റ് ബോഡിയിൽ നിന്നും ഈ ജെമ്മെ കപ്സ് അല്ലെങ്കിൽ ഈ ജെമ്മെ റിസെപ്റ്റക്കിൾസ്, ഈ ജെമ്മെ കപ്സ് പ്ലാന്റ് ബോഡിയിൽ നിന്നും വിട്ടുമാറി പ്ലാന്റ് ബോഡിയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്തതിനു ശേഷം ഇത് മണ്ണിലേക്ക് വീണ് പുതിയൊരു ജെർമിനേഷൻ നടത്തി പുതിയൊരു ഇൻഡിവിജ്വൽ, പുതിയൊരു ആളെ ഉണ്ടാക്കാനുള്ള കഴിവ് ഈ നമ്മുടെ ലിവർവേർഡ്സിലെ അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ട്. അപ്പോ ഒന്ന് ഫ്രാഗ്മെന്റേഷൻ ബൈ താലി, അതിലൂടെ റീപ്രൊഡക്ഷൻ നടത്തുന്നു, ഏത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നു. പിന്നെ ഫോർമേഷൻ ഓഫ് എ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കാൾഡ് ജെമ്മെ. ജെമ്മെ പോലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്തിട്ട് ജെമ്മെ ഒരു റിസെപ്റ്റക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ റിസെപ്റ്റക്കിൾസ് ആണ് ജെമ്മെ കപ്സ്. ഈ ജെമ്മെ കപ്സ് പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് മണ്ണിലേക്ക് വീണ് പുതിയൊരു പ്ലാന്റ് പാർട്ട് അല്ലെങ്കിൽ പ്ലാന്റ് ബോഡി, പുതിയൊരു ഇൻഡിവിജ്വൽ ഉണ്ടാവാനുള്ള കഴിവ് ഇവയ്ക്ക് ഉണ്ടാകും. പിന്നെ ഇപ്പൊ പറഞ്ഞ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞു, ഇനി പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ പ്രൊവൈഡഡ് ഓൺ ഡിഫറെന്റ് താലി. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. മെയിൽ സെക്സ് ഓർഗൻ ഒരു ഭാഗത്തും ഫീമെയിൽ സെക്സ് ഓർഗൻ വേറൊരു ഭാഗത്തും ഇട്ടാണ്. അങ്ങനെ 2 ഫിഗറിലായിട്ടാണ് കാണാൻ സാധിക്കുക. ആർക്കിഗോണിയോഫോറും ആന്ത്രിഡിയോഫോറും. ആദ്യം കാണിച്ചിരിക്കുന്നത് ഫീമെയിൽ താലസ് ആണ്. ആ ഫീമെയിൽ താലസിന്റെ ആ ഫ്ലവർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് ആർക്കിഗോണിയോഫോർ. ആ മെയിൽ താലസിന്റെ ഫ്ലവർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, കുറച്ച് കാണാൻ ഒരു അപാകത ഇല്ലേ? അപ്പോ ആ ഫ്ലവറിന്റെ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇവയുടെ ആന്ത്രിഡിയോഫോറും ആർക്കിഗോണിയോഫോറും, മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എക്സാമിന് ഈ 2 ഫിഗറും തന്ന് ഏതാണ് മെയിൽ സെക്സ് ഓർഗൻ, ഏതാണ് ഫീമെയിൽ സെക്സ് ഓർഗൻ, അല്ലെങ്കിൽ ഏതാണ് ഫീമെയിൽ താലസ്, അല്ലെങ്കിൽ ഏതാണ് മെയിൽ താലസ് എന്ന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ 2 ചിത്രത്തിന്റെയും ഫ്ലവർ നോക്കിയിട്ട് നമുക്ക് അവയുടെ വേർതിരിവ് അല്ലെങ്കിൽ അവയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ ഡിഫറെന്റ് താലി. 2 താലിയിലും മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്പോറോഫൈറ്റിക് ജനറേഷനെ നമ്മൾ 3 പാർട്സ് കാണാനായിട്ട് സാധിക്കും. ഫുഡ് ടു സീറ്റ് ആൻഡ് ക്യാപ്സ്യൂൾ. അപ്പോ
നമ്മുടെ സ്പോർട്സില് മിയോസിസ് സ്പോർസ് ആർ പ്രൊഡ്യൂസ് ഇൻ ദ ക്യാപ്സ്യൂൾ. സ്പോറോഫൈറ്റിൽ കാണാൻ സാധിക്കുന്ന ഫുഡ് ടു സീറ്റ് ആൻഡ് ക്യാപ്സ്യൂൾ, ആ ക്യാപ്സ്യൂളില് മിയോസിസ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് അടുത്ത പ്ലാന്റ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് നമ്മുടെ ലിവർ ബേർഡ്സിന്റെ സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കാറ്. നമ്മൾ നേരത്തെ ഒരു ഫ്ലോ ചാർട്ട് ഒക്കെ എഴുതി പഠിച്ചു, ഫ്ലോ ചാർട്ട് ഒക്കെ എഴുതി നോക്കി എങ്ങനെയാണ് ബ്രയോഫൈറ്റ്സിൽ റീപ്രൊഡക്ഷൻ നടക്കാറെന്ന് പറഞ്ഞു. അതുപോലെ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഫോം ചെയ്തിട്ട് ആ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിലെ ക്യാപ്സ്യൂളില് മിയോസിസ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ മിയോസിസ് സ്പോർസ് ആണ് അതിന്റെ അടുത്ത ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത പ്ലാന്റിന് ഉണ്ടാവാനായിട്ടുള്ള കഴിവ് ഇതിലൂടെ, ഈ മിയോസിസ് സ്പോർസിലൂടെ ഉണ്ടാവുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ബ്രയോഫൈറ്റ്സിനെ ലിവർ ബേർഡ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോസസ്. ഇനി രണ്ടാമതായിട്ട് പഠിക്കാനുള്ളത് നമ്മുടെ ബ്രയോഫൈറ്റിന്റെ രണ്ടാമത്തെ ആള്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ലിവർ ബേർഡ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ മോസസ്. ഈ മോസസ് എന്ന് പറയുന്നത് നമ്മള് ഗ്യാമറ്റോഫൈറ്റിക് സ്പോറോഫൈറ്റിക് രണ്ട് സ്റ്റേജസ് ആണ് നമ്മുടെ ബ്രയോഫൈറ്റിൽ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ മോസസിലെ ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജ് തന്നെ രണ്ട് സ്റ്റേജ് ആക്കിയിട്ട് നമ്മൾ ഈ മോസസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പ്രോട്ടോണിമ സ്റ്റേജും രണ്ടാമത്തെ ലീഫി സ്റ്റേജുമാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മോസസിന്റെ ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജ് രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പ്രോട്ടോണിമ സ്റ്റേജും രണ്ടാമത്തെ ലീഫി സ്റ്റേജും. അപ്പൊ ഈ പ്രോട്ടോണിമ സ്റ്റേജ് ഡെവലപ്പിൽ ഡയറക്റ്റ് ഫ്രം എ സ്പോർ, ഒരു സ്പോറിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പ്രോട്ടോണിമ ഉണ്ടായിട്ടുള്ളത്. ലീഫി സ്റ്റേജ് എന്ന് പറയുന്നത് ഡെവലപ്പ് ലാറ്ററൽ ബഡ്സ്, നമ്മുടെ പ്രോട്ടോണിമയുടെ സെക്കൻഡറി സ്റ്റേജിൽ നിന്നുമാണ് നമ്മുടെ ഈ ലീഫി സ്റ്റേജ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം പ്രോട്ടോണിമ ഒരു സ്പോറിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് പ്രോട്ടോണിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രോട്ടോണിമ പ്രൊഡ്യൂസ് ചെയ്തതിന്റെ അടുത്ത സ്റ്റേജ് ആണ്. അപ്പൊ ഈ പ്രോട്ടോണിമ പ്രൊഡ്യൂസ് ചെയ്താലേ ലീഫി സ്റ്റേജ് ഉണ്ടാവുള്ളൂ, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഡയറക്ട്ലി പ്രൊഡ്യൂസ് ഫ്രം എ സ്പോർ, ആ സ്പോർ പ്രൊഡ്യൂസ് ചെയ്ത് പ്രോട്ടോണിയം ഉണ്ടാവുന്നു. ആ പ്രോട്ടോണിയമിലെയാണ് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ലീഫി സ്റ്റേജ് ഉണ്ടാവുന്നത്. ഈ ലീഫി സ്റ്റേജിൽ നിന്നാണ് ലാറ്ററൽ ബഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ പ്രധാനമായിട്ട് നമ്മുടെ മോസസിൽ പഠിക്കാനായിട്ട് ഇത്ര തന്നെയുള്ളൂ. പിന്നെ ഇതിന്റെ they are attached to the soil through multicellular and branched rhizoids. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രയോഫൈറ്റ്സിൽ ജനറൽ ആയിട്ട് പറഞ്ഞ പോലെ തന്നെ ബ്രാഞ്ചഡ് ആയിട്ടുള്ള റൈസോയിഡ്സ് മണ്ണിലേക്ക് സബ്സ്ട്രേറ്റിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ മോസസ് ജീവിക്കുന്നത്. ദിസ് സ്റ്റേജ് ബിയേഴ്സ് ദ സെക്സ് ഓർഗൻസ്. ഈ സ്റ്റേജ് ആയിരിക്കും ഇതിന്റെ ഉള്ള സെക്സ് ഓർഗൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ബഡിങ്ങിലൂടെയാണ്. നമ്മുടെ മോസസിന്റെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ബഡിങ്ങിലൂടെയാണ്. സെക്കൻഡറി പ്രോട്ടോണിമയിൽ ഇത് നടക്കുന്നത് സെക്കൻഡറി പ്രോട്ടോണിമയിലൂടെയാണ്. സെക്കൻഡറി പ്രോട്ടോണിമയാണ് നമ്മൾ ലീഫി സ്റ്റേജ് ഉണ്ടാക്കുന്നത്, അത് മറക്കാൻ പാടില്ല. പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്, സെക്കൻഡറി സ്റ്റേജിൽ നിന്നാണ്, പ്രോട്ടോണിമയുടെ സെക്കൻഡറി പ്രോട്ടോണിമയിൽ നിന്നാണ് നമ്മുടെ ലീഫി സ്റ്റേജ്, ഗ്യാമറ്റോഫൈറ്റിന്റെ രണ്ടാമത്തെ സ്റ്റേജായ ലീഫി സ്റ്റേജ് ഉണ്ടാവുന്നത്. എവിടെ നിന്നാന്ന് ചോദിച്ചാൽ സെക്കൻഡറി പ്രോട്ടോണിമയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ ബഡിങ്ങിലൂടെയാണ് നടക്കുന്നത്, അതും സെക്കൻഡറി പ്രോട്ടോണിമയിൽ. പിന്നെ പറയാനുള്ളത് സെക്സ് ഓർഗൻസ് ആണ് ആന്ത്രീഡിയും ആർക്കിഗോണിയും. ഈ ആന്ത്രീഡിയും ആർക്കിഗോണിയാണ് നമ്മുടെ മോസസിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന രണ്ട് ഓർഗൻസ്. പിന്നെ ഇതിന്റെ ജനറൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഫ്യൂനേറിയ, പോളിട്രൈക്കം ആൻഡ് സ്പാഗ്നം. ഇത് ഈ മൂന്നെണ്ണാണ് നമ്മുടെ മോസസിനുള്ള എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ലിവർ ബേർഡ്സിന് എക്സാമ്പിൾ ആയിട്ട് മർക്കാൻഷ്യ കൊടുത്തിട്ടുണ്ട്. അതിന് മെയിൽ താലസും ഫീമെയിൽ താലസും കാണിച്ചിട്ടുണ്ട്. മോസസിന് എക്സാമ്പിൾ ആയിട്ട് ഫ്യൂനേറിയ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജും സ്പോറോഫൈറ്റിക് സ്റ്റേജും രണ്ട് സ്റ്റേജും കാണിച്ചിട്ടുണ്ട്. പിന്നെ കാണിച്ചിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് സ്പാഗ്നമാണ്. ആ സ്പാഗ്നം ഗ്യാമറ്റോഫൈറ്റ്, ആ ഫിഗർ മാത്രമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ബ്രയോഫൈറ്റും അത്യാവശ്യം കുറച്ച് വലിയൊരു സ്റ്റേജ് തന്നെയാണ്, പ്ലാന്റ് കിങ്ഡത്തിലെ കുറച്ച് വലിയൊരു സ്റ്റേജ് തന്നെയാണ്. ലിവർ ബേർഡ്സ് പിന്നെ മോസസിലാണ് രണ്ട് സ്റ്റേജ് ഉള്ളത്, ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജും സ്പോറോഫൈറ്റിക് സ്റ്റേജും, അങ്ങനെ രണ്ട് സ്റ്റേജ് ഉള്ളത്. ആദ്യത്തെ ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജും രണ്ടാമത്തെ സ്പോറോഫൈറ്റിക് സ്റ്റേജും ആണ് നമ്മുടെ മോസസിലെ പ്ലാന്റ് ബോഡിയിൽ കാണാൻ സാധിക്കുക. അപ്പോ അങ്ങനെയൊക്കെ ചോദിക്കുക, ഇങ്ങനെ ഞാൻ നേരത്തെ ഫിഗർ വരച്ച് കാണിച്ചെന്ന പോലെ അടിയത്തെയാണ് ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജ്, അതോ മേലത്തെയാണ് ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജ്, അതോ അടിയത്തെയാണ് സ്പോറോഫൈറ്റിക്, മേലത്തെയാണ് സ്പോറോഫൈറ്റിക്, അങ്ങനെയൊക്കെ നമ്മുടെ എക്സാം പേപ്പറിൽ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ആൽഗെ, ബ്രയോഫൈറ്റ്സ് കഴിഞ്ഞു. ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെറിഡോഫൈറ്റ്സ് ആണ്. അപ്പൊ ടെറിഡോഫൈറ്റ്സ്, പ്ലാന്റ് കിങ്ഡത്തിന്റെ ടെറിഡോഫൈറ്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.